വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി താഴെയിട്ടതിൽ പ്രതിയുമായി ഇന്നും തെളിവെടുപ്പ്. പ്രതി സുരേഷ് കുമാറിനെ വർക്കലയിലും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സുരേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അഞ്ജു ജയപ്രകാശ് ആയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജു, ആവശ്യത്തിനുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ലഭിച്ചത് മാത്രമല്ല, സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. അതെ രുചീഷ്, കൃത്യമായിട്ടുള്ള സാക്ഷിമൊഴികളും ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. തെളിവെടുപ്പ് അല്പം മുമ്പാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി പ്രതി സുരേഷിനെ കോടതിയിൽ ഹാജരാക്കും. നാളെ വരെയാണ് കസ്റ്റഡി കാലാവധി ഉണ്ടായിരുന്നത്. 5 ദിവസത്തേക്കായിരുന്നു പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നത്. അത് നാളെയാണ് അവസാനിക്കുന്നത്. അതിനു മുമ്പേ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നവംബർ 2-നാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. സംഭവത്തിന് പിന്നാലെ 14 ദിവസത്തിന് ശേഷമാണ് കേസിലെ മുഖ്യ സാക്ഷിയെ ഇന്നലെ റെയിൽവേ പോലീസ് കണ്ടെത്തുന്നത്. ചുവന്ന ഷർട്ടുധാരിയെ അന്വേഷിച്ച് കുറെ പോലീസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ ഈ കേസിലെ മുഖ്യ സാക്ഷിയായിട്ടുണ്ടായിരുന്ന ബീഹാർ സ്വദേശി ശങ്കറിനെ കണ്ടെത്തി. ശങ്കറിന്റെ മൊഴിയും പോലീസ് ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൊഴി ഏറെ നിർണായകമാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ വലിയ വേദനിപ്പിക്കുന്ന കാര്യം, ഈ സംഭവം നടന്ന പെൺകുട്ടി ശ്രീകുട്ടി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇത് കൂടെ ഉണ്ടായിരുന്ന അർച്ചനയുടെ മൊഴി 2 ദിവസം മുമ്പ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും കേസിൽ നിർണായകമാണ്. അത്തരത്തിലുള്ള മൊഴികളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം പോലീസ് പുനരാവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ അപകടം നടന്നിട്ടുള്ള അതേ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് ഇത് പുനരാവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വർക്കല റെയിൽവേ ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് തൊട്ടു മുന്നിലാണ്. ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിന് തൊട്ടു മുമ്പ് ഈ പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടിട്ടുണ്ടായിരുന്ന ഈ വർക്കല അയിരൂർ പാലത്തിന് സമീപത്ത് അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. അതിനു മുൻപ് വർക്കല റെയിൽവേ സ്റ്റേഷനിലും തെളിവെടുപ്പ് നടത്തി. അങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. രുചീഷ്. ശരി അഞ്ജു, എന്തായാലും തെളിവെടുപ്പും തെളിവ് ശേഖരങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ചോദ്യം ചെയ്യലുകളും പൂർത്തിയാക്കി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.